നല്ലൊരു അനുഭവമായിരുന്നു. തിരുപ്പതി ആദ്യമായിട്ട് വരികയാണ്. അങ്ങനെ എല്ലാ അമ്പലങ്ങളിലും പോയി ഒരു വലിയ ഭക്തിയൊന്നുമല്ല, പക്ഷെ അതുകൊണ്ട് ഇങ്ങനെ കൂടുതൽ ഇതിനെപ്പറ്റിയൊന്നും അറിയില്ലായിരുന്നു. ചെറിയ കുട്ടികളെ എങ്ങനെയാണോ പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ ആ ഒരു വിവരണം 2 തവണ 3 തവണ മനസ്സിലായോ, ഇനി ഡൗട്ട് ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചത് പറഞ്ഞു തന്നതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ ഇവിടെ അത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്കൊരു ഐഡിയ, അതെന്തായാലും വളരെ നല്ലൊരു കാര്യമാണ്. എന്തായാലും പിന്നെ ഇന്നത്തെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷെ ഇന്നലെ ഉച്ചയ്ക്ക് ഇങ്ങനെ ഒരു യാത്രയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഫുഡായിരുന്നു, വിത്ത് പായസം. നല്ല ഗംഭീര സദ്യയായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ ആദ്യമായിട്ടാണ് ആ ഒരു തിരക്ക്, ഇത്ര ഒരു തിരക്കിൽ പോയിട്ടില്ല, അതും ഒരു ആദ്യത്തെ അനുഭവമാണ്. ഇനി ഒരാൾ ചോദിക്കുമ്പോൾ എന്താണ് അവിടെയും ചോദിച്ചാൽ ഈ ഒരു തിരക്കുള്ള സമയത്ത് പോവുകൊണ്ട് അതിൻ്റെ ആ മാക്സിമം തിരക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞു. എന്തായാലും മഹാറാണി ട്രാവൽസിൽ ചേച്ചിക്കും അനിയത്തിക്കും ഈ ഒരു സംരംഭം ഒരുപാട് കാലം തുടർന്ന് കൊണ്ടുപോകാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. ഞാൻ ആദ്യമായിട്ടാണ് തിരുപ്പതിക്ക് പോണത്. അത്രയും മോഹിച്ച് ഞങ്ങൾ കുറച്ച് ദിവസമായി തുടങ്ങിയിരുന്നു, വേണം. പിന്നെ പെട്ടെന്നാണ് 20-ാം തീയതി ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് പോന്നു. ഞങ്ങൾ 4 പേരും ആദ്യമായിട്ടാണ്. അത് ഏട്ടനും ഭാര്യയാണ്. അവർ മദ്രാസിലാവുകൊണ്ട് അവർ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. അത് ഞങ്ങൾ പോന്നു. അതൊന്നും കുഴപ്പമായി പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ദർശന ടിക്കറ്റ് കിട്ടാൻ വേണ്ടി ഉണ്ടായ ആ തിരക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്തായിരുന്നു. അതെ, ഇങ്ങനെയാണ്, ഇതിപ്പോ ഇങ്ങനെ വേണം നമുക്ക് ഇതുവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ലല്ലോ. ആ തിരക്കിലൊന്ന് ഒരു ടെൻഷനൊക്കെ ഉണ്ടായി, ദൈവം ഇത് കിട്ടാൻ എന്താ ചെയ്യുക, ഇത്രയും തിരക്കണോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പ്രശ്നങ്ങളൊന്നുമില്ല, ഫുഡിനെ പറ്റിയൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നല്ല തന്നെയാണ്, അതൊന്നും പ്രശ്നമായിട്ടില്ല. പിന്നെ അതേപോലെ വാണിയുടെയും പ്രിയയുടെയും എക്സ്പ്ലനേഷൻസ് കിട്ടുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റി. പിന്നെ 2 ലേഡീസ് ചേച്ചി അനിയത്തി ഇത് കൊണ്ടുപോയി നടന്ന് കാര്യങ്ങൾ ഭംഗിയായി ചെയ്യണേൽ എനിക്ക് നിങ്ങളോട് അഭിമാനം തോന്നുകയാണ്. കാരണം ഈ ലേഡീസ് എല്ലാവരും ഇപ്പം ലേഡീസ് ജെൻസ് ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ നന്നായി കൈകാര്യം ചെയ്ത് കാര്യങ്ങൾ നേരെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഇനിയും ഇങ്ങനെ എത്രയും കാലം യാത്ര തുടർന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾ പറ്റിയ ആൾക്കാരൊക്കെ ഞങ്ങൾ കിട്ടുകയാണെങ്കിൽ മഹാറാണിയിലേക്ക് ഇനിയും ഞങ്ങൾക്കും പറ്റുകയാണെങ്കിൽ ഞങ്ങൾക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. പറ്റിയ ആൾക്കാരെയൊക്കെ പറഞ്ഞേക്കാൻ ഞങ്ങൾ നോക്കാം. വിഷ് യു ആൾ ദ ബെസ്റ്റ്. ഞങ്ങൾ സിസ്റ്റേഴ്സ് ഇനിയുണ്ട് വരാൻ. യാത്രയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ചേച്ചിമാരും ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഫുഡൊക്കെ നന്നായിരുന്നു. കുഴപ്പമില്ല. നമ്മള് 2ാമത്തെ മുറിയാണ്, കുഴപ്പമില്ല. യാത്ര ഇതിന് മുൻപ് 1 വർഷം മുൻപ് പോയപ്പോഴേ അവിടെ ദർശനം കിട്ടാതെ നിരാശനായി മടങ്ങേണ്ടി വന്നിരുന്നു. എന്നാൽ ഈ മഹാറാണിയുടെ ഈ ടൂർ പാക്കേജിലെ അംഗമായി ഞാൻ വരികയും ആ ദർശനം നന്നായി കിട്ടുകയും ചെയ്തതിൽ ഈ ടൂർ പാക്കേജിൽ മഹാറാണിയുടെ ഈ 2 സിസ്റ്റേഴ്സിന് അപ്രീസിയേഷൻ ആദ്യം അറിയിക്കട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ഒരു ഡ്രൈവർ എൻ്റെ നാട്ടുകാരനാണ്, പക്ഷേ അത് തൃശ്ശൂർ വണ്ടിയിലാണ്, ഷെരീഫ് ആണ്. 2 പേർക്കും ഈ വണ്ടിയിലെ അല്ലാത്ത ഡ്രൈവറാണെങ്കിൽ പോലും 2 പേരും ഒരുമിച്ച് അക്കമ്പനി ചെയ്ത് നല്ല സുഹൃത്തുക്കളെ പോലെ പെരുമാറുകയും അതേപോലെ കിച്ചൺ ഫുഡൊക്കെ നന്നായി എന്ന് വേണം പറയാൻ. പിന്നെ ഒരു കുടുംബം പോലെ എല്ലാവരും നല്ലവണ്ണം സഹകരിച്ച് ഈ യാത്രയിൽ ഇത്രയും നേരം എല്ലാവരും സഹകരിച്ചതിൽ വളരെ നന്ദി അറിയിക്കുന്നു. ഇനിയും ഇതേപോലെ ഉള്ള യാത്ര നല്ല രീതിയിലാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്ര ഞാനും ഇതേമാതിരി 10-22 കൊല്ലമായിട്ട് വലിയൊരു ടീമിൻ്റെ കൂടെ യാത്രയിൽ പോകുന്ന ആളാണ്. എൻ്റെ സംഘത്തിലിപ്പോൾ ഒരു 10 വർഷമായിട്ട് ഞാനൊരു 3 ബസ് വരെ ശബരിമല ട്രിപ്പിൽ പോകാറുണ്ട്. അതിൽ 1 കൊല്ലം ഞാൻ 18 മണിക്കൂർ ക്യൂ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പ്രാവശ്യം ഒരു 2-3 അമ്പലം മിസ് ചെയ്യേണ്ടി വന്നു. കാരണം മിസ്സാക്കി എന്നെ വൈകിയ പിന്നെ എങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഒരു ഏറുകുളം പറയുന്ന ഒരു സംഘത്തിൻ്റെ കുരുസ്വാമിയാണ്. മെയിൻ കുരുസ്വാമിയുണ്ട്, എന്നാലും കാര്യങ്ങൾ മുഴുവൻ ഞാൻ വന്ന് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഒരുപാട് ഈ ആളുകളൊക്കെ ഈ തിരക്കിലൊക്കെ പെടുമ്പോൾ ചിലപ്പോൾ മിസ്സിങ്ങൊക്കെ വരും. പക്ഷേ ഇപ്പോൾ സൗകര്യങ്ങൾ കൂടുതലുണ്ട്, ഫോൺ ചെയ്താൽ നമുക്ക് അവിടെ ചെല്ലാം. പക്ഷെ മുമ്പ് ഫോണൊന്നുമില്ല, മൈക്കിൽ വിളിച്ച് പറഞ്ഞിട്ട് വേണം അവിടെ കൂടെ ഇട്ടാൽ. ഇപ്പോഴത്തെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ നിങ്ങൾ കൊണ്ടു നടക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛനെ ഞാൻ വളരെയധികം അഭിമാനിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അച്ഛനക്ക് 2 പെൺകുട്ടികളെന്ന് പറയുന്നത് വെറുതെയാണ്. 2 ആൺകുട്ടികളായിട്ട് കാണാം. പെൺകുട്ടികൾ
പൊതുവെ പറയുന്നതാണ്. 2 ആൺകുട്ടികൾ തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അവര് ആൺകുട്ടികളെക്കാട്ടി വൃത്തിയായിട്ട് ചെയ്ത് ആ കാര്യങ്ങൾ അച്ഛൻ ഇവിടെ വരാത്തതിന്റെ കാര്യം ഞാൻ ആദ്യം മനസ്സിലാക്കി നോക്കിയപ്പോൾ ഇവർ അതിനുള്ള പ്രാപ്തി, ആ പ്രാപ്തിക്ക് അനുസരിച്ചിട്ടാണ് അവർ പെരുമാറുന്നത്. അതുകൊണ്ട് അത് ഭംഗിയായി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയും ചെയ്യുന്നതിനെ കഴിയുന്നതിന് ഈശ്വരനോടുള്ള ഒരു ബഹുമാനമായിട്ട് കണക്കാക്കിയാൽ മതി. അതാണ് വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല.